എക്സാമിന്റെ ഫാമിലി എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? മോഡൽ എക്സാമിന്റെ തിരക്കിലാവൂലേ? നാളെ നമ്മുടെ കെമിസ്ട്രീന്റെ മോഡൽ എക്സാമാ അല്ലേ? എല്ലാവരും പഠിച്ച് നല്ല സെറ്റായി സെറ്റിമസായി ഇരിക്കുകയായിരിക്കും അല്ലേ? ഓക്കെ, അപ്പം ഞാൻ നിങ്ങളെ പഠനത്തിലേക്ക് എന്താ പറയുക ഒരു പൊന്തൂവൽ പോലെ വന്നിരിക്കുകയാണ് മക്കളെ. ശ്രദ്ധിച്ചോ, ഹൈഡ്രോ കാർബണിലെ ബെൻസീൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലേ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെൻസീൻ. ഹൈഡ്രോ കാർബണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഞാൻ പറയും, കെമിസ്ട്രിയിൽ എല്ലാവരും പറയും ബെൻസീനാ. അപ്പോൾ ആ ബെൻസീൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആ ബെൻസീൻ്റെ പക്കയാക്കണം. ഓക്കെ, സെറ്റാക്കണം മക്കളെ. ആ ഒരു ബെൻസീൻ്റെ കാര്യങ്ങൾ മൊത്തം നമ്മൾ സെറ്റാക്കണം. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, ബെൻസീൻ ഇത് കാണുന്നതോടുകൂടി ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടെ ബെൻസീൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ്. ഓക്കെ, എന്നാൽ ശ്രദ്ധിച്ചോ, ഹൈഡ്രോ കാർബൺസ് അല്ലേ, ഹൈഡ്രജനും കാർബണും അല്ലേ, എൻ്റെ മുത്തുമണിയേ എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രജൻ കാർബണിനെ പിടിച്ച് നിൽക്കുകയാണ്. ഹൈഡ്രജനും കാർബണുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈഡ്രോ കാർബൺസ് എന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതൊന്നും പറയുന്നില്ല, ജസ്റ്റ് അതിൻ്റെ അതും അല്ലേ ക്ലോസ്ഡ് ചെയിൻ ആയിട്ടുള്ള ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ് നമ്മുടെ ബെൻസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കട്ടോ മക്കളെ. ഞാൻ പറയാൻ പോകുന്നത് ആ ബെൻസീൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. ബെൻസീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് ബെൻസീൻ? ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ബെൻസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 6 കാർബണും 6 ഹൈഡ്രജനാണ് കേട്ടോ. C6H6 ഹെക്സ് ബെൻസ്. ബെൻസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കാർബണും 6 ഹൈഡ്രജനും അല്ലേ. ഞാൻ അതിൻ്റെ സ്ട്രക്ചർ ഞാനൊന്ന് വരയ്ക്കാം അല്ലേ. ഇങ്ങനെ ഒരു സൈക്ലിക് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട്, 6 കാർബണുള്ള ഒരു കോമ്പൗണ്ട്, ഒന്നിടവിട്ട് എന്തുണ്ട്, ഡബിൾ ബോണ്ടുകളുണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം ബെൻസീൻ. ബെൻസിലെ ബെൻസീൻ സെറ്റാണ്. ഇതിപ്പോൾ ഒരു എന്താണ് നമ്മുടെ ബോണ്ട് ലൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആണെങ്കിൽ, പക്ഷെ സത്യത്തിൽ ബെൻസീൻ എങ്ങനെയാ, എല്ലായിടത്തും ഓരോ CH എല്ലായിടത്തും CH എന്നിട്ടോ ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഇങ്ങനെയാണ് മക്കളെ ബെൻസീൻ. ഇനി ഈ ബെൻസീൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ബെൻസീൻ്റെ ഇവിടെയൊക്കെ ചില ഓളോ ആൽക്കോളോ അല്ലെങ്കിൽ COH അല്ലേ, കാർബോക്സിലിക് ആസിഡോ അങ്ങനെ ആരെങ്കിലും ഒക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ആരെങ്കിലും മുകളിൽ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടുത്തെ ആ H പോയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടുത്തെ ആ H പോയിട്ടായിരിക്കും അവിടെ ആര് വന്നിരിക്കുന്നുണ്ടാവുക, ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണോ ആ ചെങ്ങായി വന്നിരിക്കുന്നുണ്ടാവുക. സെറ്റ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബെൻസീൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാൻ പോവാ. അക്കൽസ് റൂളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പ്രിപ്പറേഷനും അക്കൽസ് റൂളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറേ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെ മനസ്സിലേക്ക് സെറ്റപ്പ് ആയിട്ട് അത് റിയാക്ഷൻസ് പലർക്കും പ്രശ്നമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. ബെൻസീൻ ഇനി മാറില്ല. പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. ഈ ബെൻസീൻ എവിടെ നിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ഒന്ന് ആരോമറ്റൈസേഷൻ, മറ്റത് സൈക്ലിക് പോളിമറൈസേഷൻ. ഇതിനെ സൈക്ലിക് പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ബെൻസീൻ കിട്ടും. നെക്സ്റ്റ് ഡീകാർബോക്സിലേഷൻ ഓഫ് ആരോമാറ്റിക് ആസിഡ്. ഒരു ആരോമാറ്റിക് ആസിഡിനെ ഡീകാർബോക്സിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ കിട്ടും. പിന്നെ ഫ്രം ഫീനോൾ. ഇത്രയാണ് പഠിക്കുക. ഈ 4 സാധനം മക്കളെ ഈ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടി ഈ സാധനം ജന്മത്ത് മറക്കില്ല. ഓക്കെ, ഇന്ന് ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ആരോമറ്റൈസേഷൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, എന്നിട്ട് അതിൻ്റെ കോഡുകൾ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ സെറ്റാക്കി തരാം കേട്ടോ. ഇപ്പോൾ ശ്രദ്ധിക്കാം. ആദ്യം നമ്മളൊരു എക്സൈൻ എടുക്കാം മക്കളെ. ഒരു എക്സൈൻ CH3 വെള്ളം എടുക്കല്ലേ, വെള്ളം ഒരു ഐശ്വര്യത്തിൻ്റെ കളറാണ്, അത് എടുക്കാം. CH3 CH2 4 ടൈംസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? CH3 കഴിഞ്ഞിട്ട് CH2 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ 5 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 ടൈംസ് ഉണ്ടായിരിക്കും. നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും, സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. 5 ടൈംസ് CH2 5 എഴുതാവണം. ഇതിനെ പകരം എഴുതിയാൽ മതി. പിന്നെന്താ CH3. ഇതാണ് ഒരു എക്സൈൻ അല്ലേ, 6 കാർബണുള്ള എക്സൈനാണ് മക്കളെ. ഇതിനെ എന്താക്കി മാറ്റുകയാണ്? ബെൻസീനാക്കി മാറ്റുകയാണ്. ഇതിനെ ബെൻസീനാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ആരോമറ്റൈസേഷൻ. ആരോമാറ്റിക് ആയിട്ടുള്ള ബെൻസീനാക്കി മാറ്റുന്നതിനെ നമ്മൾ പറയും ആരോമറ്റൈസേഷൻ. അങ്ങനെയാണെങ്കിൽ നോക്കിയ മക്കളെ, എന്താ ഇവിടുത്തെ കാറ്റലിസ്റ്റ്? നോക്കിയങ്ങൾ ഇങ്ങനെ ഒരു എക്സൈൻ ഉണ്ട്, വലിയൊരു 6 കാർബണുള്ള എക്സൈൻ ഉണ്ട്. നോക്കി 1 2 3 4 5 6 അല്ലേ.
6 ഈ 6 കാർബൺ ഹെക്സേനെ ഞാൻ ഇങ്ങോട്ട് പിടിച്ച് നോക്കി, ഇവിടെ നിന്ന് പിടിച്ചിങ്ങനെ വളച്ചിങ്ങോട്ട് എടുക്കുന്നു, വളച്ചിങ്ങോട്ട് എടുത്ത് യോജിപ്പിക്കുന്ന ഹെക്സേന് അല്ലേ? അങ്ങനെയല്ലേ ബെൻസീൻ ഉണ്ടാവുന്നു. ഈ സാധനത്തിന് ഇങ്ങനെ പിടിച്ച് വളച്ചാലല്ലേ ഹെക്സേൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മൾ പറയും, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വനേഡിയം പെന്റോക്സൈഡ്. വനേഡിയം വളക്കട, വനേഡിയം പെന്റോക്സൈഡ് V2O5. വെരി ഗുഡ്, കിട്ടി മക്കളെ, കിട്ടി. വനേഡിയം പെന്റോക്സൈഡ് ഹെക്സേനെ പിടിക്കുന്നു, അരോമാറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ വളച്ചെടുത്ത് ഒരു ബെൻസീൻ ആക്കുന്നു. വനേഡിയം പെന്റോക്സൈഡ് പക്ക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു, വളയ്ക്കുമ്പോൾ നോക്കി എൻ്റെ മുഖം നോക്കി കണ്ടോ, നല്ല പ്രഷറും വേണം, നല്ല ടെമ്പറേച്ചറും വേണം. ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. പരിപാടി തീർന്നു. ഇതാണ് മക്കളെ ഫസ്റ്റത്തെ പ്രിപ്പറേഷൻ. കണ്ടോ 6 or more കാർബൺ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു, വനേഡിയം പെന്റോക്സൈഡ്. മറ്റതൊക്കെ നിങ്ങൾ ഓർത്തിക്കുക, Cr2O3 MO2O3 ട്ടോ. ഇത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിച്ചാൽ മതി. വനേഡിയം പെന്റോക്സൈഡ് ആക്കി മാറ്റുന്നു. വളയ്ക്കുന്നു, വനേഡിയം പെന്റോക്സൈഡ്. വളയ്ക്കുക, ബെൻഡ് ചെയ്യുക, വനേഡിയം പെന്റോക്സൈഡ്. മക്കളെ പഠിക്കാനാണ് കിട്ടുന്നുണ്ട്. യെസ് അരോമാറ്റൈസേഷൻ. നെക്സ്റ്റ്, അപ്പോൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഈസ് സൈക്ലിക് പോളിമറൈസേഷൻ. ആദ്യം ആ സൈക്ലിക് പോളിമറൈസേഷൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് സൈക്ലിക് പോളിമറൈസ് ഈതൈൻ എടുത്തിട്ട് സൈക്ലിക് പോളിമറൈസേഷൻ. ഈതൈൻ എന്ന് പറഞ്ഞാൽ എന്താ? CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതാണ് ഈതൈൻ കേട്ടോ. ഈതൈൻ എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. ഈതൈൻ എന്ന് പറഞ്ഞ സാധനം ഇത് എത്ര എടുക്കണം? 3 എടുത്തിട്ട് സൈക്ലിക് പോളിമറൈസ് ചെയ്യാൻ പോവാം. പോളിമറൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോളിമറൈസേഷൻ ഇങ്ങനെ കണ്ട് ഞങ്ങൾ ഓർത്ത് വെച്ചോ. പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ബോണ്ട്, മറൈസേഷൻ പൈ ബോണ്ട് മറയ്ക്കുക, അതാ പരിപാടി. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ പൈ ബോണ്ട് മറയ്ക്കുക, മറൈസേഷൻ മറയ്ക്ക, അപ്പുറത്തേക്ക് മറക്കി. ഇതൊരു പൈ ബോണ്ട് നോക്കി, ഇതില് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സിഗ്മ, സിംഗിൾ ആണെങ്കിൽ സിഗ്മ അല്ലേ. മറ്റേ രണ്ടെണ്ണം എന്താ? പയ്യ. ഇതിലൊരു പൈ ബോണ്ട് എടുക്കുക, അപ്പുറത്തേക്ക് മറക്കുക, അതാണ് പോളിമറൈസേഷൻ. എല്ലാവരുടെ പോളിമറൈസ് വെച്ചാലും പൈമറൈസേഷൻ പൈ ബോണ്ടിനെ മറയ്ക്കുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവുക നോക്കാം. നോക്കിയെങ്കിൽ ഞാൻ ഈ 3 എണ്ണത്തിന് 3 CH3 ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എഴുതുന്നു. എങ്ങനെ എഴുതുന്നു? ഇതുപോലെ എഴുതുന്നു. CH ട്രിപ്പിൾ ബോണ്ട് CH ട്രിപ്പിൾ ബോണ്ട് CH ട്രിപ്പിൾ ബോണ്ട് CH. എഴുതിയേ. ഇനി എന്താ ചെയ്യേണ്ടത്? പോളിമറൈസ് ചെയ്യണം. ഇതിനെ പോളിമറൈസ് ചെയ്യുന്ന പൈമറൈസേഷൻ. പൈ ബോണ്ട് മറക്കട. പൈ ബോണ്ട് മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പൈ ബോണ്ട് എടുക്കുക, ഇങ്ങോട്ടേക്ക് മറക്കുക. അപ്പോൾ ഇതൊന്ന് പോയിട്ട് ഇവിടെ വരും കേട്ടോ. ഇതൊന്നൊന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇനി വായിച്ചാൽ അതൊക്കെ പാടെ പോകും, അതുകൊണ്ടാ. ഒന്ന് മാത്രം. യെസ്, ഒന്ന് പോയി ആ ഒന്ന് അപ്പുറത്തേക്ക് വന്നു. ഇനി ഇത് അതുപോലെ തന്നെ ഇവിടുന്ന് ഒന്നെടുത്ത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇവിടുന്ന് ഒന്നെടുത്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലേ. ഇവിടേക്ക് ഒന്ന് പോയി, ഇവിടുന്ന് ഒന്ന് വന്നു അല്ലേ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് പോയിട്ട് ഇവിടെ ഷിഫ്റ്റ് ചെയ്തു. യെസ്, ഇത് വന്നു. നെക്സ്റ്റും ഇവിടെ അതുപോലെ തന്നെ ഒന്ന് പോകുന്നു, ഇവിടേക്ക് വരുന്നു, തൊട്ടപ്പുറത്തേക്ക് വരുന്നു. പൈ ബോണ്ട് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, പൈ ബോണ്ട് മറയ്ക്കുന്നു. പൈമറൈസേഷൻ കണ്ടോ. ബെൻസീന് കിട്ടി. ഇനി പോളിമറൈസേഷൻ അല്ല മക്കളെ, പുലിമറൈസേഷനാണ്. നോക്കി നിങ്ങൾ, പുലി എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടെങ്കിൽ, പുലി എന്ന് പറഞ്ഞ ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ട്യൂബാണ്. ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റെഡ് ഹോട്ട് അയൺ ട്യൂബ്. പോളിമറൈസേഷൻ എന്ന് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരുന്നത് പുലിമറൈസേഷൻ എന്നാ. പുലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വിജയൻ്റെ ഒരു സിനിമ ഉണ്ട്, കണ്ടിട്ടുണ്ട് നിങ്ങൾ? അതിലുണ്ട് ഒരു സീന് വിജയ് വേതാളമാണ് തെളിയിക്കാൻ വേണ്ടി ഒരു അയൺ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടും. എന്നിട്ട് വിജയ് ഇങ്ങനെ വരും, പുലി പറഞ്ഞിട്ട് വിജയ് വരും. പക്ഷെ നമ്മളവിടെ വരുന്ന ബെൻസീന. അവിടേക്ക് നോക്കി, 3 ഈതൈനെ കടത്തിവിടും. 3 ഈതൈനെ കടത്തിവിടും മക്കളെ. 3 ഈതൈനെ കടത്തിവിടും. ഏതിൻ്റെ ഉള്ളിൽ കൂടെ? ഏതാ കണ്ടോ, റെഡ് ഹോട്ട് അയൺ ട്യൂബിൻ്റെ ഉള്ളിലൂടെ. ഇതാണ് ചുട്ടുപഴുത്ത ചുവന്ന കളറായ റെഡ് ഹോട്ട് അയൺ ട്യൂബ്. ട്യൂബിലൂടെ കടത്തിവിടും. എന്നിട്ട് വരും ബെൻസീൻ വരും, പുറത്തേക്ക് വരും. ഓക്കെ, ബെൻസീൻ വരും.
യെസ്, ബെൻസീൻ വരും മക്കളെ, ബെൻസീൻ. ഇതാണ് മക്കളെ കണ്ടോ, റെഡ് ഹോട്ടായി 3 ഈഥൈൻ എടുത്തിട്ടുണ്ടോ, 3 ആൾക്കാരുണ്ട് കേട്ടോ, 3 ആൾക്കാർ പോകാൻ നിൽക്കുന്നുണ്ട്. 3 ഈഥൈൻ എടുത്തിട്ട് റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ കിട്ടും. അതാണ് പോളിമറൈസേഷൻ. എന്താണ് പോളിമറൈസേഷൻ? പോളിമറൈസേഷൻ. അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞേ മക്കളെ. ആരോമറ്റൈസേഷൻ കഴിഞ്ഞു. വാനേഡിയം പെന്റോക്സൈഡ് വളക്കട ബെൻഡാക്കട. സൈക്ലിക് പോളിമറൈസേഷൻ ഈഥൈൻ എടുത്തിട്ട്. മറ്റേത് ഏതാ? ഡീകാർബോക്സിലേഷൻ. ശ്രദ്ധിച്ചോ. നെക്സ്റ്റ് ഡീകാർബോക്സിലേഷൻ. അതിന് നമ്മൾ എടുക്കേണ്ട എന്താ അറിയോ? ബെൻസീൻ റിങ്ങുമേ COOH വന്നാൽ നമ്മൾ പറയും ബെൻസീൻമ ഓയിക് ആസിഡ് വന്നു. ഓയിക് ആസിഡാണ് COOH. ബെൻസോയിക് ആസിഡ് എന്ന് പറയും. പക്ഷെ ഇത് നല്ല നമ്മൾ ഡീകാർബോക്സിലേഷൻ ചെയ്യാൻ പോകണം. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഈ ബെൻസോയിക് ആസിഡിന് എന്ത് ചെയ്യും? ഈ എച്ചിനെ അങ്ങോട്ട് ഒഴിവാക്കും. ഈ എച്ചിനെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അവിടെ ആരെ ചേർത്ത് കൊടുക്കും? സോഡിയത്തിനെ ചേർത്ത് കൊടുക്കും. അപ്പൊ ഇതിന്റെ പേരെന്താവും? ബെൻസോയിക് ആസിഡ് സോഡിയം വന്നല്ലേ, അപ്പൊ നമ്മൾ പറയും സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ്. യെസ്, ബെൻസോയിക് ആസിഡിന്റെ സോഡിയം സാൾട്ട്. ഇതിലേക്ക് എന്ത് ചേർക്കുന്നു? സോഡാലൈം ചേർക്കുന്നു. സോഡാലൈം ചേർക്കുന്നു. എന്ത് ഈ സോഡാലൈം എന്ന് പറഞ്ഞാൽ? നാരങ്ങ സോഡയാ മക്കളെ. ഇത് നാരങ്ങ സോഡ എന്ന് പറയുമ്പോ NaOH NaOH കിട്ടും. NaOH. ഈ ലൈം അല്ലേ, ലൈമിന്റെ ഷേപ്പ് എന്താ മക്കളെ? ലൈം ഇതാ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ലൈമിൽ നിന്നും ലൈമിന് നമുക്ക് എന്ത് ചെയ്യാം? ഓ ആക്കാം. ഈ ലൈമിനെ നമ്മളൊരു കത്തി വെച്ച് മുറിക്കുക. അതൊരു കത്തിയാണ്, അത് പിച്ചാത്തി പോലത്തെ ഒരു കത്തിയാണ്. പിച്ചാത്തി നമ്മളെ നാട്ടിലൊക്കെ പറയാം. ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ മുറിച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെയാവൂലേ? ഇതാണ് ലൈം. കാൽസ്യം ഉണ്ടെങ്കിൽ അത് ലൈമായിരിക്കും. ഇവിടെ കാൽസ്യം ഓക്സൈഡ് ആണ്, അപ്പോൾ CaO, സോഡാ ലൈം. ഇതാണ് സോഡാലൈം. ഇതാണ് സോഡാലൈം. എവിടൊക്കെ ഡീകാർബോക്സിലേഷൻ കണ്ടു നമുക്ക് നമ്മൾ നാരങ്ങ സോഡ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏമ്പക്കം വരില്ലേ? CO2 അല്ലേ വരുന്നത്? ഡീകാർബോക്സിലേഷൻ ആരെ ഒഴിവാക്കുന്നത്? കാർബണേയും ഓക്സിജനെയും ഒഴിവാക്കുന്നു. ഡീകാർബോക്സിലേഷൻ. അപ്പോൾ കാർബൺ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ? CO2 ഒഴിവാക്കുന്നു. CO2 ഒഴിവാക്കണമെങ്കിൽ ലൈം നല്ലൊരു സോഡ കുടിച്ചാൽ മതി. നല്ല സോഡ കുടിച്ചു കഴിഞ്ഞാൽ CO2 ഒക്കെ പോയിക്കോളും മാറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ സോഡാലൈം പ്രസന്റ് ആയിരിക്കും. എവിടൊക്കെ ഡീകാർബോക്സിലേഷൻ കണ്ടാലും സോഡാലൈം പ്രസന്റ് ആയിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും ഇത്ര ആളുകളും പുറത്തേക്ക് വരും. ഈ H എന്ത് ചെയ്യും? നേരെ ഈ പോകുന്ന ഈ ബെൻസീൻ്റെ ഇവിടെ പോയിട്ട് ഈ H ഇവിടെ പോയാൽ ഇരിക്കും. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ബൈ പ്രൊഡക്റ്റ് ആവുകയും ചെയ്യും. ആ H അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ അത് മൊത്തം ഒരു ബെൻസീനായിട്ട് മാറും. H ഇവിടെ പോയിരുന്നു, അപ്പോൾ ബെൻസീനായിട്ട് മാറി. പ്ലസ് ബാക്കി ആരാ? ഇവിടെ Na 2 ഉണ്ട്. Na2. പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റ് കട എഴുതിയാൽ മതി. പിന്നെ C അല്ലേ? CO 1 ഉള്ളൂ. O 3 ഉണ്ട്. CO3. ഇതാണ് സംഭവം. ഇതാണ് സോഡാലൈം ഉണ്ടാക്കണം. കണ്ടോ മക്കളെ? കണ്ടോ? ഇതാണ് സാധനം കേട്ടോ. ഇതാണ് സാധനം മക്കളെ. ഇതാണ് സാധനം കേട്ടോ. കണ്ടോ? സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് ഈ സാധനം. ഇതാണ് സോഡാലൈം. ഈ രണ്ടെണ്ണവും ചേർന്നതിനെ സോഡാലൈം എന്ന് പറയാ. എന്താ സംഭവിക്കുക? ഇവിടുന്ന് ഇങ്ങോട്ട് പോരും. ഇവിടുന്ന് ഇത്രയും ആളുകൾ ഒരുമിച്ച് ഇങ്ങോട്ട് ഗ്രൂപ്പ് ആവും. ബാക്കിയുള്ള ഈ H ഇല്ലേ? ഈ C എവിടെ നിന്നാണോ പോകുന്നത് ആ കാർബണിക്ക് വന്നിരിക്കും. അപ്പോഴാണ് ബെൻസീനും Na2CO3 ഉണ്ടാവും. പക്ക. ഡീകാർബോക്സിലേഷൻ എവിടെ കണ്ടാലും എന്താണ്? സോഡാലൈം എന്ന് പറഞ്ഞാൽ എന്താ? സോഡാ NaOH. ലൈം എന്ന് പറഞ്ഞാൽ CaO. കഴിഞ്ഞു. സെറ്റ്. അടുത്തത് റിഡക്ഷൻ. നമുക്ക് കുറച്ച് സ്നേഹങ്ങൾ, കുറച്ച് ഇഷ്ടങ്ങൾ നമ്മുടെ കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട് മക്കളെ. നോക്കിയങ്ങൾ, സിങ്കിന് എപ്പോഴും ഓക്സിജനോടാണ് ഇഷ്ടം. സിങ്ക് എവിടെ ഓക്സിജനെ കണ്ടാലും മൂപ്പര് കൊണ്ടുപോടും. അടുത്തത്, അല്ലെങ്കിൽ സിങ്കിന് 2 ഹാലജൻസിനോടാണ് ഇഷ്ടം. 2 ഹാലജൻ എവിടെ കണ്ടാലും മൂപ്പരെടുത്തോണ്ടുപോകും. പിന്നെ സോഡിയത്തിനും പൊട്ടാസ്യത്തിനൊക്കെ 1 ഹാലജനോടാണ് ഇഷ്ടം. 1 ഹാലജൻ എവിടെ കണ്ടാലും മൂപ്പരെടുത്തു. എന്താ ഹാലജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അയ്യോ ബ്രോ ക്ലോസറ്റിലെ ഫ്ലൂയിഡിൽ വീണു.
അയഡിൻ, ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ ഓർഡർ നേരെ തിരിച്ചാട്ടോ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അയ്യോ ബ്രോ ക്ലോറിൻ എന്താണ് ക്ലോസറ്റിലെ ഫ്ലൂയിഡിൽ വീണു. ഇനി ഏത് ഫ്ലൂയിഡാന്ന് ചോദിക്കരുത് കേട്ടോ മക്കളെ. ഇതാണ്. അപ്പൊ എവിടൊക്കെ സിങ്ക് കണ്ടാലും ഓക്സിജനെ കൊണ്ടുപോകും. സിങ്ക് ഓക്സിജൻ ഒഴിവാക്കണോ, സിങ്കിനെ കൊടുക്കടാ. ഓക്സിജൻ ഒഴിവാക്കണോ, സിങ്ക് ഒഴിവ് കൊടുക്കടാ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെ കണ്ടോ ഫീനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ OH വരിക. അതിൽ നിന്നും നമുക്ക് പെട്ടെന്ന് ഇതിണ്ടാക്കാൻ ഓൻ ഒഴിവാക്കിയാൽ പോരെ. ഈ ഓൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ എച്ച് അവിടെ മാത്രമാവില്ല, അപ്പൊ ബെൻസീൻ ആവില്ലേ. ഓൻ ഒഴിവാക്കാൻ സിഡിനെ ചേർത്തു, റിഡക്ഷന് സിങ്കിനെ ചേർത്തു. പക്ക സെറ്റ്. 4 റിയാക്ഷൻസും സെറ്റായെന്ന് വിശ്വസിക്കും. ഇതാണ് പ്രിപ്പറേഷൻസ് കേട്ടോ. 4 പ്രിപ്പറേഷനും നിങ്ങളിതൊന്ന് കണ്ടിരുന്നാൽ മതി. എന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മക്കളെ. നിങ്ങളതൊന്ന് കണ്ടിരുന്നാൽ മതി. 4 പ്രിപ്പറേഷനും പക്കയായിരിക്കും. ഈ 2 പ്രിപ്പറേഷനും നമുക്ക് ആൽക്കേൻ്റെ സ്ഥലത്തും പഠിക്കാനുണ്ട്, ഇത് ആൽക്കൈൻ്റെ സ്ഥലത്തും പഠിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. എക്സാമിൻ്റെ അവസാന പ്രിപ്പറേഷനാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി പോവുക. നമുക്ക് അടിച്ചെടുക്കണം. എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ട് മക്കളെ. നമുക്ക് അടിച്ചെടുക്കണം. കെമിസ്ട്രി മോഡൽ എക്സാമിന് ഫുൾ മാർക്കും വാങ്ങണം. ഓക്കെ, സെറ്റിമസ. നെക്സ്റ്റ് ഇനി കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയാണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബെൻസീൻ എടുക്കുന്നു, ബെൻസീനെ ഓരോരുത്തരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് നോക്കുന്നു. ബെൻസീൻ ഓരോരുത്തരുമായിട്ട് റിയാക്ട് ചെയ്ത് നോക്കും. എന്താ പ്രോഡക്റ്റ് ഉണ്ടാവുക? ബെൻസീൻ എടുക്കുക, അതിന് ഓരോരുത്തരുമായിട്ട് റിയാക്ട് ചെയ്യുക കേട്ടോ. 2 ടൈപ്പ് കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ബെൻസീൻ. ഇതൊക്കെ നിങ്ങൾ കുറേ കണ്ടായിരിക്കും കേട്ടോ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും അഡീഷൻ റിയാക്ഷനും. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് നിർത്തും കേട്ടോ. ഈ വീഡിയോയിൽ ബെൻസീൻ്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും സെറ്റ് ആയിട്ടുണ്ട്. നോക്കി ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ, ഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ചെയ്യുക, കെട്ടിപ്പിടിക്കുക എന്നൊക്കെ അർത്ഥം. ഇലക്ട്രോണിനെ കെട്ടിപ്പിടിക്കുന്നവർ, ഇലക്ട്രോണിനെ ലവ് ചെയ്യുന്നവർ, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവാ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിനെ കെട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോഫൈലിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ചാർജുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഇലക്ട്രോഫൈൽ എന്ന് പറയുക. ഇലക്ട്രോണിനെ കെട്ടിപ്പിടിക്കുന്നവർ, ഞാൻ അടുത്തൊരാളുടെ ന്യൂക്ലിയോഫൈൽ, ന്യൂക്ലിയസിനെ കെട്ടിപ്പിടിക്കണം. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവാ, അപ്പൊ അതിനെ കെട്ടിപ്പിടിക്കണം എന്തായിരിക്കും, നെഗറ്റീവ്. അപ്പൊ ന്യൂക്ലിയോഫൈലിന്റെ ചാർജ് എന്താ, നെഗറ്റീവ് ആയി തന്നെ ഉണ്ട്. N4 നെഗറ്റീവ്, E4 പോസിറ്റീവ്. സെറ്റ്. അപ്പൊ ഈ ഇലക്ട്രോഫൈലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്താണ്? ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ ചിലപ്പോൾ ചില കളിയിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടിന് ഇറക്കാറില്ലേ. ഫുട്ബോളിലൊക്കെ കണ്ടില്ലേ സബ്സ്റ്റിറ്റ്യൂട്ടിലെ ഈ ഇരിക്കുന്ന ഒരു കാലറിയിൽ നിന്ന് ഗോൾ കാണാതിരിക്കുന്നവരല്ല, ഇവരെന്താണ് സബ്സ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഇരിക്കുന്നത്. ആരെ? ഇവർക്ക് എന്തെങ്കിലും, ഈ ചെങ്ങായിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയെന്ന് വിചാരിക്കും. ഈ ചെങ്ങായിനെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ പുറത്തിരിക്കുന്ന ഒരാളെ എന്ത് ചെയ്യും, അകത്ത് കയറ്റി കൊടുക്കും. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്തായിരിക്കും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ബെൻസീൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ബെൻസീനിൽ നിന്നും ഒരു ഇലക്ട്രോഫൈലിന് എടുക്കും. ആരെ എടുക്കണമെന്ന് അറിയോ? ഒരു H+നെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കും മൂപ്പര്. എന്നിട്ട് അവിടെ ആരെ ചേർത്ത് കൊടുക്കും? പുറത്തുനിന്ന് പുതിയൊരു ഇലക്ട്രോഫൈലിന് എന്ത് ചെയ്യും, ആ H പോയ സ്ഥലത്തേക്ക് അവിടെ കയറ്റി വെച്ച് കൊടുക്കും. അതന്നെ പരിപാടി കേട്ടോ. ബെൻസീൻ എടുക്കും. ശ്രദ്ധിക്കുക, ബെൻസീൻ എടുക്കുന്നു. ഈ ബെൻസീനിലേക്ക് നമ്മൾ പുതിയൊരു ഇലക്ട്രോഫൈലിനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇലക്ട്രോഫൈൽ ഉണ്ട്, അതാണ് നമ്മുടെ സ്വന്തം H+. ആ H+ പോയിട്ട് ആ H+ പോയ സ്ഥലത്ത് ആര് വന്നിരിക്കുന്നു? ഈ ചെങ്ങായി ഇരിക്കുന്നു. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടോ. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇതാണ് മക്കളെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. H-നെ എടുത്ത് ഒഴിവാക്കിയിട്ട് മറ്റാളെ കയറ്റി വെക്കുന്നു. താനിരിക്കുന്നിടത്ത് താനില്ലെങ്കിൽ അവിടെ നായി കയറിയിരിക്കുന്നു പറഞ്ഞ പോലെ ഒരു ചെങ്ങാനെ എടുത്തിട്ട് മറ്റേ ചെങ്ങാനെ കയറ്റും. സെറ്റ്. ഇനി നമുക്ക് ഒരു 5ഓളം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പഠിക്കാനുണ്ട് കേട്ടോ. ആ 5ഉം ഞാൻ എന്താക്കി തരും, സെറ്റിമാക്കി തരും. ഒന്ന് ഞാൻ പറയും, ബാക്കി 2 നമുക്ക് ഫ്രീ ആണ്. രണ്ടാമത്തെ ഞാൻ പറയും, അടുത്ത ഒന്ന് നിങ്ങൾ പറയും. അങ്ങനെയാണ് 5 സെറ്റാവും മക്കളെ. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. നോക്കിയേ, ബെൻസീൻ ആദ്യം ഹാലജനേഷൻ എന്നാണ് പറയുന്നത്. ഹാലജനേഷൻ എന്ന് പറയുമ്പോൾ Cl2 ആഡ് ചെയ്യണം. Cl2 ആണ് നമ്മൾ ഇതിൻ്റെ പാഡ്. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതാട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. പ്ലസ് Cl2 തിരിച്ചെഴുതാണ് നല്ലത്. ഞാനവിടെ സ്ഥലമില്ലാത്ത Cl2. മക്കളെ എവിടൊക്കെ ബെൻസീനും Cl റിയാക്റ്റന്റിൽ ബെൻസീനും Cl കണ്ട കൊടുക്കടാ കാറ്റലിസ്റ്റ് അൺഹൈഡ്രസ് AlCl3. എപ്പോഴും എവിടൊക്കെ നിങ്ങൾ ബെൻസീനും ക്ലോറിനും കാണുന്നുണ്ടോ കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ നെക്സ്റ്റ് എങ്ങനെ അറിയോ, ഇതിലത്തെ ഒരു ക്ലോറിൻ കണ്ടു. ഒരു ക്ലോറിൻ, ഇതിൽ 2 ക്ലോറിൻ ഉണ്ട്. അതിലൊരാളെടുക്കുക. ക്ലോറിനില്ലേ ഒരു ക്ലോറിൻ, ആ ഒരു ക്ലോറിൻ എന്ത് ചെയ്യും, ഒരു ക്ലോറിൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു H ഒളിഞ്ഞെടുക്കണില്ലേ, H, ആ H-നെയും കൊണ്ടവിടെ പോവും. ആരാ പോവുക, HCl.
വേറെ ഈ ക്ലോറിന്റെ ഒപ്പം വേറെ ആരുള്ളത്? ആ എച്ചിനെ കൊണ്ടുപോയി ആ ഇലക്ട്രോഫൈലിനെ കൊണ്ടുപോയി ആദ്യത്തെ ക്ലോറിൻ പോയി. അടുത്തത് ആരെ? ഈ ക്ലോറിന്റെ ഒപ്പം ഉള്ള വേറൊരു ക്ലോറിനല്ലേ? ആ ക്ലോറിൻ ഈ എച്ച് പോയ സ്ഥലത്ത് അങ്ങോട്ട് കയറിയിരിക്കും. അപ്പൊ എന്താ ഉണ്ടാവുക? ഈ സാധനം ഉണ്ടാവും, ക്ലോറോ ബെൻസീൻ ഉണ്ടാവും. ശ്രദ്ധിക്കുക, ഇതുപോലെയാണ് അടുത്ത രണ്ടെണ്ണം മക്കളെ, ഇതുപോലെയാണ് അടുത്ത രണ്ടെണ്ണം കേട്ടോ. ശ്രദ്ധിച്ചോ, ക്ലോറിൻ ഉണ്ടാവും, ബെൻസീൻ ഉണ്ടാവും. ക്ലോറിൻ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. ഒരു ക്ലോറിൻ എച്ചിനും കൊണ്ട് പോകും. അടുത്ത ഈ ക്ലോറിന്റെ പാരല നോക്കുക, വേറൊരു ക്ലോറിൻ അല്ലേ? ആ ക്ലോറിൻ അവിടെ കയറിയിരിക്കും. ഇനി നെക്സ്റ്റ് അടുത്ത ഞാൻ പറയാൻ പോകുന്നു ശ്രദ്ധിച്ചോ. അടുത്തവർ ആഡ് ചെയ്യുന്ന എന്താ അറിയോ? CH3Cl. ഇതിലും ക്ലോറിൻ ഇല്ലേ, ബെൻസീൻ ഇല്ലേ? അപ്പൊ കൊടുക്കാം അൺഹൈഡ്രസ് AlCl3 കേട്ടോ. AlCl3 കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ കോടെന്താ? Cl-ഉം എച്ചിനെയും കൊണ്ടുപോകുന്നു, HCl പ്ലസ്. ബാക്കി ആരാ? Cl-ന്റെ ഒപ്പം ഉള്ളത് CH3 അല്ലേ? അത് ബെൻസീന്റെ മണ്ടയിൽ പോയിരിക്കുന്നു, CH3. ഇതാണ് ടോളുയിൻ. എന്താ പറയാ? ടോളുയിൻ. നെയിമിംഗ് ഒക്കെ പഠിച്ചിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ടോളുയിൻ. സെറ്റ് മക്കളെ, സെറ്റ്. നെക്സ്റ്റ് അടുത്ത നിങ്ങൾ അതിലേറെ സിമ്പിൾ ആയിട്ട് പറയും. നോക്കിയേ, അടുത്ത ഞാൻ ആഡ് ചെയ്യാൻ പോണത് CH3COCl. ഇവിടെ ഈ Cl ഉണ്ട്, ബെൻസീൻ ഉണ്ട്, അണ്ണായിട്ട് Cl കൊടുക്കാം. ഞാൻ എന്താ സംഭവിക്കുക? ഇത് എച്ചിനെ കൊണ്ടുപോകും, HCl. ബാക്കി ആരാ? Cl-ന്റെ കൂടെ ആരുള്ള? COCH3. ആ COCH3 ബെൻസീൻ വരും, COCH3 ബെൻസീൻ വരും, COCH3. എന്താണ്? അസറ്റോഫിനോൺ ഉണ്ടാവും കേട്ടോ. ഇതാണ് മക്കളെ എല്ലാ റിയാക്ഷൻസും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടങ്ങൾ ഹാലജനേഷൻ എന്ന് പറഞ്ഞാൽ ഹാലജൻ ആഡ് ചെയ്യുക, ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ ക്ലോറിനേഷൻ. കണ്ടോ, ഒരു Cl എച്ചിനെ കൊണ്ടുപോകും, ആ Cl അവിടെ കയറിയിരിക്കും. CH3Cl എച്ചിനെ കൊണ്ടുപോകും, CH3 ഇവിടെ കയറിയിരിക്കും. Cl എച്ചിനെ കൊണ്ടുപോകും, CH3Cl CO അവിടെ കയറിയിരിക്കും. അസറ്റോഫിനോൺ മക്കളെ, ഇതല്ലേ പഠിച്ചത്? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ബാക്കി രണ്ടും നമുക്ക് ഫ്രീ ആയിട്ട് ഇടയിൽ കിട്ടിയതല്ലേ? അതുകൊണ്ട് പേര് പറയും ഫ്രിഡൽ ക്രാഫ്റ്റ്. ഫ്രീ ആയിട്ട് ഇടയിൽ കിട്ടി, ഫ്രിഡൽ ക്രാഫ്റ്റ്. ഇത് Cl-ന്റെ ഒപ്പം ആൽക്കൈൻ ഗ്രൂപ്പാണ്, ആൽക്കൈൽ ഗ്രൂപ്പ്. ആ CH3 എന്ന് പറഞ്ഞാൽ ആൽക്കൈൻ, അതുകൊണ്ട് ആൽക്കൈലേഷൻ. ഇത് CO കൂടി ഇടയിൽ വന്നു, ഇവിടെ ഒരു CO കൂടി വന്നുകൊണ്ട് അസൈലേഷൻ. CO ഉണ്ടെങ്കിൽ അസൈലേഷൻ, CH3 മാത്രം ഉണ്ടെങ്കിൽ ആൽക്കൈലേഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷനും. ഞാൻ ഏതാ ഇലക്ട്രോഫൈൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ചെയ്തിട്ട് Cl അല്ലേ? ആ Cl-ന്റെ ഒപ്പം ഇലക്ട്രോഫൈൽ ആകുമ്പോൾ പ്ലസ് ചാർജ് അല്ലേ? പ്ലസ് ചാർജും കൂട്ടി പറഞ്ഞാൽ ഇലക്ട്രോഫൈലായി. ഇവിടെ CH3 അല്ലേ? CH3 പ്ലസ്. ഇവിടെ എന്താണ്? COCH3 ആണ്. CO ആണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് പ്ലസ്. കാരണം CO ആണ് ആഡ് ചെയ്യുന്നത് പറയാൻ കാരണം എന്താ? Cl പോകുന്ന സ്ഥലത്തുള്ള ആളായിരിക്കും ഇവിടെ പോയി ആഡ് ചെയ്യും. CO-ന്റെ Cl-ന്റെ സെറ്റ്. നെക്സ്റ്റ് അടുത്ത രണ്ടാൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, നൈട്രേഷനും സൾഫണേഷനും ആണ് കേട്ടോ. നിങ്ങൾ എവിടെയൊക്കെ കോൺസെൻട്രേറ്റഡ് H2SO4 കണ്ടാലും ഉറപ്പിച്ചോ, നമ്മൾ ഈ കണ്ടില്ലേ മക്കളെ? ഇതില്ല കേട്ടോ, ഇത് H2SO4 മാത്രം എഴുതിയാൽ മതി. മക്കളെ നിങ്ങൾ കണ്ടില്ല ആസിഡ് അറ്റാക്ക് കണ്ടില്ലേ? എന്ത് ചെയ്യും? ആസിഡ് മേത്തേക്ക് വീണാൽ സംഭവിക്കുക, ആസിഡ് മേത്തേക്ക് വീണെങ്കിൽ നമ്മളെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ അങ്ങോട്ട് എലിമിനേറ്റ് ആയിട്ട് പോകും. അപ്പോഴാണ് ഈ പൊള്ളലേറ്റ് എന്ന് പറയുക. സത്യത്തിൽ ആ സെല്ല് നശിച്ചു പോവുകയാണ് അല്ലേ? സെല്ല് അവിടെ വീഴുമ്പോൾ സെല്ല് അങ്ങോട്ട് നശിച്ചു പോവുകയാണ്. സെല്ല് നശിച്ചു പോകാൻ കാരണം എന്താ? വെള്ളം തിന്നുന്ന പറയുക ആളിന്, വെള്ളം തിന്നുന്ന ആൾ. അതായത് വെള്ളം എന്ത് ചെയ്യും? ഈ സാധനങ്ങൾ തിന്നോളൂ. ഓക്കെ, അപ്പോൾ എവിടൊക്കെ കോൺസെൻട്രേറ്റ് H2SO4 കണ്ടാലും അവിടെ നിന്ന് എന്ത് പുറത്തേക്ക് പോകും? H2O പോകും. H2O പോകും മക്കളെ. ഇവിടെ കണ്ടോ, ഇവിടെ കോൺസെൻട്രേറ്റ് H2SO4 ഉണ്ട്, ഇവിടെ കോൺസെൻട്രേറ്റ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് H2SO4 മാത്രമേ ഉള്ളൂ, ഇവിടെ കോൺസെൻട്രേറ്റ് H2SO4 മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒപ്പം നൈട്രിക് ആസിഡ് കൂടി ചേർത്തിരുന്നു മുകളിൽ. എന്ത് പോകണം? H2 പോകണം. H2O പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H പ്ലസും OH മൈനസും, അല്ലെങ്കിൽ H-ഉം OH-ഉം പോകണം. അങ്ങനെ വെച്ചാൽ മതി. H-ഉം OH-ഉം പോകണം. H കൊടുക്കാൻ ബെൻസീൻ റെഡിയാ, ഇവിടെ നിന്ന് H പോകും. OH പോകാൻ ഇവിടെ ആരാ? ഈ ചങ്ങായി ഇല്ല. ഈ ചങ്ങായി ഇവിടെ ഉണ്ട്, പക്ഷേ ഈ ചങ്ങായി ഇല്ലേ? HNO3 ഇതെന്ന് എന്ത് ചെയ്യും? HNO3-ൽ നിന്നും OH അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു O പോയി കഴിഞ്ഞാൽ പിന്നെ O2 ഉണ്ടാവുള്ളൂ. H-ഉം പോയി കഴിഞ്ഞാൽ പിന്നെ NA ഉണ്ടാവുള്ളൂ, NO2. ആ ബാക്കിയുള്ള സാധനമല്ലേ NO2, അത് ഈ H പോയ സ്ഥലത്ത് അങ്ങോട്ട് പോയി അറ്റാച്ച് ചെയ്യും. കണ്ടോ, ഇതാ ഉണ്ടാവും, നൈട്രോ ബെൻസീൻ ഉണ്ടാവും. സെറ്റ്. നൈട്രോ ബെൻസീൻ ഉണ്ടാവും. H2 ആ പോണത്, അതുകൊണ്ട് ഇവിടെ H2 ഉണ്ടാവും. നെക്സ്റ്റ് ഇവിടെ എന്താ പ്രത്യേകത? H ഇവിടുന്ന് പോകും, പക്ഷെ OH പോകാൻ ഇവിടെ ആരുമില്ല. സോ ഞാൻ പറയും, ഞാൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും H2SO4 വന്നു കഴിഞ്ഞാൽ എന്തായാലും H2O പോകണമെന്നല്ലേ? എന്നാൽ ഓക്കെ, എന്നിൽ നിന്ന് തന്നെ നീ OH-നെ എടുത്തോ. എന്നിൽ നിന്ന് തന്നെ OH-നെ എടുത്തു കഴിഞ്ഞാൽ H2SO4 നിന്നും H ഇവിടുന്ന് പോയി, ഇനി OH നിന്ന് എടുക്കണം എന്നല്ലേ? OH എടുത്തു കഴിഞ്ഞാൽ ഒരു H പോയി കഴിഞ്ഞാൽ H ഉണ്ടാവുള്ളൂ. ബാക്കി SO4-ന്ന് ഒരു S പോയി കഴിഞ്ഞാൽ SO3, അപ്പോൾ HSO3 എന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിങ്ങനെ എഴുതരുത്, SO3H എന്ന് എഴുതാവൂ. ആ H-ന് അവസാനം എഴുതാവൂ, കാരണം സെൻട്രൽ ആറ്റം സൾഫറാണ്, അതുകൊണ്ട് സൾഫർ ആദ്യം കണ്ടോ. അപ്പോൾ ആ SO3H അവിടെ വരും.
കേട്ടോ. ഞാൻ ആരേട്ടാ, എന്നിൽ നിന്ന് കൊടുക്കുക, ആരുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തോട്ടെ, ഞാൻ ആരേട്ടാ അല്ലേ, എൻ്റെ തന്നെ കൊടുത്തു, ബാക്കിയുള്ളവ സെറ്റാണ്, ഒന്നുമില്ല. രണ്ടും കൂടെ പഠിച്ചു. നൈട്രേറ്റ് ആണ് വരുന്നെങ്കിൽ നൈട്രേഷൻ, സൾഫോണിക് ആസിഡ്, അതിൻ്റെ പേര് ബെൻസീൻ സൾഫോണിക് ആസിഡ് ആയ SO3H ആണ് സൾഫോണിക് ആസിഡ്. ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്നാൽ ബെൻസീൻ സൾഫോണിക് ആസിഡ്, സൾഫോണേഷൻ എന്നും പറയുന്നു. സെറ്റ് നെക്സ്റ്റ്. അപ്പം നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ശ്രദ്ധിക്കുക മക്കളെ, നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നോക്കി കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മളൊരു 5 റിയാക്ഷൻസ് പക്കയായി കഴിഞ്ഞു. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത്, വീണ്ടും പറഞ്ഞ് നമ്മളെ വീഡിയോൻ്റെ ടൈം കൂട്ടുന്നില്ല, നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടിയിട്ടില്ലെങ്കിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് അഡീഷൻ റിയാക്ഷൻ പക്കയാക്കാൻ പോവാട്ടോ. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിക്കടാ പൊട്ടടാ പിടിക്കടാ UV. ഇവരെ കണ്ടു കഴിഞ്ഞാൽ UV 500 കെൽവിൻ കേട്ടോ, ഇവരെവിടെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അവിടെ അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും. പൈ ബോണ്ട് പൊട്ടും. നിക്കടാ പൊട്ടടാ പിടിക്കടാ പൈ ബോണ്ട്. നിക്കടാ നിക്കല്, പൊട്ടടാ പ്ലാറ്റിനം, പിടിക്കടാ പലേഡിയം. ഈ ചെങ്ങേമരെ കണ്ടു കഴിഞ്ഞാൽ പൈ ബോണ്ട് പൊട്ടും കേട്ടോ. ഇങ്ങനത്തെ എന്താ ആഡ് ചെയ്യുന്നത്, അവിടെ ആഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇനി നോക്കി, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറഞ്ഞുതരാം. ആദ്യം H2 ആണ് ബെൻസീനിക്ക് ആഡ് ചെയ്യുന്നത്, പിന്നെ ഹാലജൻ ആണ് ആഡ് ചെയ്യുന്നത്. എന്താണെന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നോക്കി നിങ്ങൾ, ബെൻസീൻ, ഇതാണ് ബെൻസീൻ കേട്ടോ, ഇതാണ് ബെൻസീൻ. ഇതിലേക്ക് നമ്മൾ 3 H2 ആഡ് ചെയ്യുന്നു. എന്തിൻ്റെ പ്രസൻസിൽ? നിക്കൽ. ഞാൻ പറഞ്ഞു നിക്കലും പ്ലാറ്റിനോ പലേഡിയോ കണ്ടു കഴിഞ്ഞാൽ പൈ ബോണ്ട് പൊട്ടൂല്ലേ. ഇവിടെ ഏതൊക്കെ പൈ ബോണ്ട് ഉള്ള നിങ്ങൾ തന്നെ പറയും, ഇതിൽ ഏതൊക്കെ പൈ ബോണ്ട്? ഇത് പൈ ബോണ്ടല്ലേ, ഇത് പൈ ബോണ്ടാ, ഇത് പൊട്ടും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും കാർബൺ 4 വേണ്ടേ, അപ്പോൾ ഇവിടുത്തെ ഒരു വാലൻസി ഉണ്ടാവും, ഇവിടെ ഒരു വാലൻസി വരും, കാരണം അവിടുത്തെ ഡബിൾ ബോണ്ട് പോയിട്ടുണ്ട് കാർബണിൻ്റെ. നെക്സ്റ്റ് അതേപോലെ തന്നെ ഇവിടെയും എല്ലാ പൈ ബോണ്ടും പൊട്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെയൊക്കെ ഓരോരോ വാലൻസികൾ വരും, ഇവിടെയും വരും, എല്ലായിടത്തും ഒരു ബാലൻസ് വരും. അവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് മൊത്തം 6 H അല്ലേ, 6 പൊസിഷൻ കിട്ടിയിട്ടുണ്ട്, 6 സ്ഥലത്തും വന്നിരിക്കും കേട്ടോ. ഇതാണ് സംഭവിക്കുക. ഇനി ഇവിടെ ആഡ് ചെയ്യുന്നത് 3 Cl2 ആണെങ്കിൽ എന്തിൻ്റെ പ്രസൻസിൽ? UV 500ൻ്റെ പ്രസൻസ്. UV 500 കണ്ടു ഉറപ്പിച്ചോ, പൈ ബോണ്ട് പൊട്ടും അല്ലേ. അപ്പം എന്താ സംഭവിക്കുക? ബെൻസീനിക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ നേരത്തുള്ള ബെൻസീനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതത്തെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടെ ഒരു വാലൻസി വരും അല്ലേ. നെക്സ്റ്റ് ഇവിടെ പൈ ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ആ പൈ ബോണ്ട് പോയ സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും? ഓരോരോ വാലൻസികൾ വരും. എന്നിട്ട് അവിടെ ആരാ കയറിയിരിക്കുക? മറ്റോടത്തെ 3H കൊടുത്തപ്പോൾ ഓരോ H കയറിയുന്നത്, ഇവിടെ എന്ത് ചെയ്യുന്നു? ഓരോ Cl കയറിയിരിക്കും. പൈ ബോണ്ട് പൊട്ടും കേട്ടോ, അത് ഓർത്ത് വെച്ചോട്ടോ. നിക്കല് പലേഡിയം പ്ലാറ്റിനം, നിക്കടാ പൊട്ടടാ പിടിക്കടാ UV, പൈ ബോണ്ട് പൊട്ടിക്കുക. സെറ്റ്. അതാണ് ഈ റിയാക്ഷൻ. കണ്ടോ, 3 H2 കൊടുക്കുന്നു, ഇതുണ്ടാവും. സൈക്ലോഹെക്സേൻ ഉണ്ടാവും, ഇവിടെ ഒരു H വന്നിരിക്കും, ആ ഡബിൾ ബോണ്ട് പോകും, സൈക്ലോഹെക്സേൻ ഉണ്ടാവും, നിക്കലും ഹീറ്റും. നെക്സ്റ്റ് കണ്ടോ, UV 500 കണ്ടോ, അപ്പോൾ Cl ആവുന്നു, ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. ഇതിൻ്റെ പേര് ഡബിൾ ബോണ്ട് ഇല്ല, പക്ഷെ ഇതിൻ്റെ പേര് എന്തുകൊണ്ട് എങ്ങനെ വരാൻ കാരണം അറിയോ? C6H6Cl6 എന്നാണ് ഇതിൻ്റെ ഫോർമുല. ഓരോ 6 കാർബണും 6 ഹൈഡ്രജനും Cl 6 ഇത് ബെൻസീൻ്റെ ഫോർമുല. അതുകൊണ്ട് ബെൻസീനും 6 ക്ലോറിനും, അതുകൊണ്ടാണ് ഇങ്ങനെ പേര് വന്നത്, ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. സെറ്റ്. ഓക്കെ ആണ്. ഇത്രയേ ഉള്ളൂ മക്കളെ. പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ബെൻസീനിൽ നിന്നും ഏത് റിയാക്ഷൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം. അത്ര മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. ഇനി വേറൊരു ബെൻസീനിൽ നിന്ന് ഒരു റിയാക്ഷൻ കൂടി ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും പഠിക്കുന്നതിൻ്റെ ഇടയിലാവുമെന്ന് വിശ്വസിക്കുന്നു. നോക്കി നിങ്ങൾ, ഇവിടെ ജസ്റ്റ് ഇത് തന്നെ ഞാനൊന്ന് ആഡ് ചെയ്യുന്നു എന്നുള്ളൂ. ഹാലജനേഷൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പഠിച്ചില്ലേ? ഹാലജനേഷൻ, ഒരു Cl ആഡ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കണേ, ഒരു സ്ഥലത്തെ H കൊണ്ടുപോയി HCl ആയി, മറ്റൊരു Cl വന്നു. ഇനി ഇവിടെ 2 ആഡ് ചെയ്താലോ? 2 ആഡ് ചെയ്യുമ്പോൾ ഈ 2 സ്ഥലത്ത് H കൊണ്ടുപോകും, ഈ 2 സ്ഥലത്തും Cl വന്ന് ആഡ് ചെയ്യും. ബെൻസീൻ റിങ്ങുമ്പോൾ ഒരു പൊട്ടിലും ഉണ്ടാവില്ല. ഇവിടെ 3 ആഡ് ചെയ്താലോ? 3 സ്ഥലത്ത് Cl ആഡ് ചെയ്യും, 3 HCl പുറത്തേക്കും പോകും. 4 ആയിക്കഴിഞ്ഞാൽ 4 HCl, അങ്ങനെ 6 ആയാൽ 6 സ്ഥലത്തും Cl വരും കേട്ടോ. ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും, Cl. ബെൻസീൻ്റെ പൊട്ടാത്തൊരു കോമ്പൗണ്ട് ഉണ്ടാവും കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇതും ചില സമയങ്ങളിൽ വരാറുണ്ട്. ഒരു Cl ആണെങ്കിൽ അൺഹൈഡ്രേറ്റഡ് CH3 ആണെങ്കിൽ ഒരു സ്ഥലത്ത് വരും, 6 ആണെങ്കിൽ 6 സ്ഥലത്തും വരും. ബെൻസീൻ മാറിപ്പോകരുത്. സെറ്റ് മക്കളെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കുന്നതിനിടയിൽ ഇതൊരു സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാം, നിങ്ങളെ കൂടെ ഉണ്ടടാ ഞങ്ങൾ
കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ എവിടേക്കും ഒറ്റയ്ക്ക് പോവില്ല. എന്ത് ചെയ്യണം? ഞങ്ങൾ കൂടെയുണ്ട്. ഓക്കെ, പഠിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ ചെയ്യട്ടെ. എല്ലാം പാടെ വാരി വലിച്ച് പഠിച്ച് ഒന്നും എത്താത്തവർ ചിലപ്പോൾ ഒക്കെ പാടെ പഠിച്ച് പ്രശ്നമാക്കൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിച്ച് സെറ്റാവുക കേട്ടോ. പറ്റുന്നത്ര പഠിക്കുക, നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര പഠിക്കുക. എന്നിട്ട് മോഡൽ എക്സാം നല്ല വൃത്തിക്ക് ചെയ്താൽ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുക. ടെൻഷൻ ആവരുത്, കൂളായിരുന്നു പഠിക്കുക. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്, സായി കൃഷ്ണൻ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.